കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അഫ്കോഴ്സ് നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലാക്കാണ്, നമ്മുടെ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കിന്റെ ആദ്യത്തെ മൂവിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെല്ലാവരും പ്രിഡിക്ട് ചെയ്ത പോലെ തന്നെ ഈ മൂവി ഒരു രക്ഷയിലായിരുന്നു. നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. സോ ഈ മൂവിയുടെ പോസിറ്റീവ് നെഗറ്റീവ്സ് എല്ലാം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യം തന്നെ ഇതൊരു വലിയൊരു ഉത്തരവാണ്. കേരളത്തിലെ ആനിമി ഫാൻസിന്റെ പവർ എന്താണെന്ന് ഈ ഒരു മൂവി കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ആനിമി എന്തായാലും കേരളത്തിൽ ഇപ്പോൾ അണ്ടർ റേറ്റഡ് ഉള്ള കാറ്റഗറിയിൽ പെടുത്താൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഇതിനു മുമ്പ് 4-5 ആനിമേറ്റഡ് മൂവീസ് ഒക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ കൊച്ചിയിൽ PVR ലുലുവിലൊക്കെ സംഭവം കാണാൻ കിട്ടാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ശരിക്കും ഞെട്ടി കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ സ്ഥിരമായിട്ട് മൂവീസ് ഒക്കെ കാണാൻ പോകുന്ന പല തിയേറ്റേഴ്സിലും ഈ ഡീമൺ സ്ലെയർ സ്ട്രീം ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം അവിടെ ഹൗസ്ഫുൾ ആണ്. അത്രത്തോളം പേരാണ് ഇപ്പോൾ ഈ ഒരു മൂവിയൊക്കെ കാണാൻ പോയിട്ടുള്ളത്. ആ ഒരു കാര്യം എന്നെ വല്ലാണ്ട് ഞെട്ടിച്ച് കളഞ്ഞു. സോ ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഞാൻ നമ്മുടെ തിരുവനന്തപുരം ലുലുവിലുള്ള ഐമാക്സിലാണ് പോയി കണ്ടത്. ഐമാക്സിൻ്റെ എക്സ്പീരിയൻസ് വണ്ടർഫുൾ ആയിരുന്നു. സ്ക്രീൻ റേഷ്യോ ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ കണ്ടു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 7:15 ഷോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 7:10 തിയേറ്ററിൽ കയറി 7:30 വരെ അവരിരുന്ന് ആഡ് കാണിച്ച് വെറുപ്പിച്ച്. ഐമാക്സുകാർ ആഡ് കാണിച്ച് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു പോയി. കാര്യം 750 രൂപ നമ്മൾ ചുമ്മാ കൊടുക്കുന്നതല്ലല്ലോ, എന്നിട്ട് കുത്തിയിരുന്ന് ആഡ് കാണിക്കലാണ്. ആഡ് കണ്ട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കാര്യം 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഉറങ്ങാതെ ട്രെയിനിൽ കുത്തിയിരുന്ന് 3-4 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ തിയേറ്ററിൽ കയറി ഇരിക്കുന്നത്. ആ സമയത്ത് ഈ ആഡും കൂടെ കണ്ടപ്പോഴുണ്ടല്ലോ റിലേ പോയി. പക്ഷെ മൂവിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ഓക്കെ ആയിരുന്നു. ക്വാളിറ്റി ആണെങ്കിലും വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും പിന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ കംഫർട്ടൊക്കെ ആണെങ്കിലും എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. സോ ഇനി മൂവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂവി ഒരു രക്ഷയില്ലായിരുന്നു. അല്ല, പ്രോപ്പർ ആനിമി അഡാപ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു ഈ വൺ പീസ് ഒക്കെ ഇതിനെ കണ്ടു പഠിക്കണം. ഈ പേസിങ് കുറച്ച് ഷോക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ ഇതിനു മുമ്പ് ട്വിറ്ററിലൊക്കെ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, പേസിങ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിരുന്നു. കുറച്ച് ആനിമി ആഡ് ഓൺ സീൻസ് ഒക്കെ അവർ ആഡ് ചെയ്തെങ്കിൽ കൂടി അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് പറയാൻ ഒന്നും തന്നെ ഇല്ല. പക്ഷേ കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടു ഈ ബാക്ക് സ്റ്റോറീസ് ഒക്കെ കുറച്ച് ഇഷ്യൂ ആണ്. ശരിയാണ്, ഇതൊരു 6 മോഷനിലാണ് പോകുന്നത്. ഒരു ഹൈ എൻഡ് തരും, പിന്നെ കുറച്ച് ബാക്ക് സ്റ്റോറിലേക്ക് വരും, അപ്പോൾ ഒന്ന് വലിപ്പിക്കും, പിന്നെ ഒരു ഹൈ എൻഡ് തരും, പിന്നെ ബാക്ക് സ്റ്റോറിലേക്ക് വരും, അപ്പോൾ ഒന്ന് വലിപ്പിക്കും. കാര്യം ഡീമൺ സ്ലെയർ അങ്ങനെ എൻ്റെ അതിനായിട്ട് പോകാൻ 2 മൂവിയോടെ ഇറങ്ങി കഴിഞ്ഞാൽ ഡീമൺ സ്ലെയർ ഫുള്ളി കംപ്ലീറ്റ് ആകും. പക്ഷേ ഈ സമയത്ത് തന്നെ കുറെ പേരെ സ്റ്റോറിയൊക്കെ പറയാനുണ്ട്, കുറെ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട്. അത് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, അതൊക്കെ ഒരു നാച്ചുറൽ ആണ്. പിന്നെ നമ്മൾ കണ്ട് ശീലിച്ച പോലെ ഒരു ടിപ്പിക്കൽ ആനിമേറ്റഡ് മൂവി അല്ല. നമ്മുടെ മുഗൻ റൈഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്നിടത്തും അങ്ങനെയൊന്നുമല്ല. കാര്യം മുഗൻ റൈനത് ആദ്യം ഒരു ആളെ പരിചയപ്പെടുത്തി, ആ ഒരു ആർക്ക് പരിചയപ്പെടുത്തി, ആ ഒരു കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തി, എന്നിട്ട് വലിയൊരു ഫൈറ്റ്, ആ ഫൈറ്റ് കഴിഞ്ഞ് ക്ലൈമാക്സ്, അത് കഴിഞ്ഞ് പോകുന്നു. ഇങ്ങനെയാണ് മിക്ക ആനിമി മൂവീസും പോകുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഫുൾ ഓൺ ഫൈറ്റ് ആണ്. തുടക്കം മുതൽ അവസാനം വരെ ഫൈറ്റ് ആണ്. ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് മാത്രമേ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഒക്കെ മെൻഷൻ ചെയ്തു പോകുന്നുള്ളൂ. അടുത്ത സിനിമ ഏകദേശം ഇതുപോലെ തന്നെയാണ്. മൂവി കാണാത്തൊരു സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം ഇനി കുറച്ച് സ്പോയിലേഴ്സ് ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇതിനകത്ത് മെയിനായിട്ട് 3 ഫൈറ്റ്സ് ആണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മുടെ ഡോമയുടെ ഷീനോബുവിന്റെ ഫൈറ്റ്, രണ്ടാമത്തേന്ന് പറയുന്നത് സെനിറ്റ്സുവിന്റെ അതേപോലെ കൈഗാക്കുവിന്റെ ഫൈറ്റ്, മൂന്നാമത് നമ്മുടെ ഗിയും അതേപോലെ താഞ്ചറോ വേഴ്സസ് അക്കാസ. ഈ 3 ഫൈറ്റ് ഒരു രക്ഷയിലായിരുന്നു. ഈ മാങ്ക പാനൽസ് വെച്ച് കമ്പയർ ചെയ്യുന്നത് എക്സാക്ട്ലി അവർ നേരെ ആനിമിലേക്ക് കൊണ്ടുവന്നു. അത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം പല ആനിമി സീരീസും തോറ്റു പോകുന്ന ഒരു കാറ്റഗറിയാണ്. കാര്യം പ്രോപ്പർലി ഒന്ന് അഡാപ്റ്റ് ചെയ്ത് എടുക്കുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. കാര്യം മാങ്കൊക്കെ വരയ്ക്കുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇവർ വരക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കഷ്ടമാണ്. പക്ഷേ ആ കാര്യത്തിൽ യൂഫോർട്ടബിൾ ബിഗ് സല്യൂട്ട്. കാര്യം നിങ്ങളത് നല്ല പ്രോപ്പർലി ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് CGനെ പറ്റിയാണ്. ഈ ഡീമൺ സ്ലെയറിൽ CG അത്ര പുതിയ കാര്യമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ എന്റർടൈൻമെന്റ് ഡിസിന്റെ ആർക്ക് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ CG അവർ കുത്തി കയറ്റിക്കൊണ്ടുവന്നതാണ്. ആൻഡ് CG എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. അതിപ്പോൾ വൺ പീസ് ആണെങ്കിലും ബ്ലീച്ച് ആണെങ്കിലും ഏത് ആനിമി സീരീസ് എടുത്താലും എനിക്ക് CG ഒട്ടും ഇഷ്ടമല്ല. ആനിമേറ്റഡ് ഫ്രെയിംസ് ആണ് എനിക്ക് കാണാൻ ഇഷ്ടമെങ്കിലും ഡീമൺ സ്ലെയറിന്റെ അത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2 സീസൺ വെച്ച് നോക്കാത്ത CGയുടെ അളവ് അവർ നന്നായിട്ട് കുറച്ചെങ്കിൽ കൂടി അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരാണെങ്കിൽ റിയാലിറ്റി ബ്ലെൻഡിങ് ആയുള്ള CG എലമെന്റ്സ് ആണ് അവർ കൂടുതലും ആഡ് ചെയ്തിട്ടുള്ളത്. കാര്യം ഒരു ഫ്രെയിം ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ താഞ്ചറോ അല്ലെങ്കിൽ അതേപോലത്തെ ആരെങ്കിലും വന്നാൽ മാത്രമേ ഇതൊരു ആനിമേറ്റഡ് മൂവിയാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു VFX ഒക്കെ ഉള്ള ഒരു കിടില മൂവി ആയിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. അതുപോലെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ തുടക്കം അവസാനം മാത്രമേ കുറച്ച് CG കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് വേറൊന്നും പറയാനില്ല. നെഗറ്റീവ്സ് ഒന്നും പോലും പറയാൻ പറ്റത്തില്ല. ഈവൻ ദോ ഞാൻ ശരിക്കും റിയലി എൻജോയ് ചെയ്ത് കണ്ടാണ്. ഇനി നിങ്ങളിത് ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം നിങ്ങൾ ഐമാക്സിൽ തന്നെ പോകണം. കാര്യം എന്ന് വെച്ചാൽ സ്ക്രീൻ റേഷ്യോ നല്ല ഡിഫറൻ്റ് ആണ്. ഐമാക്സ് കുറച്ചുകൂടെ വിഡ്ത്തായിട്ടും കുറച്ചുകൂടെ വൈഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാനും സാധിക്കും. സോ നിങ്ങളതിൽ ഐമാക്സിൽ തന്നെ ഈ മൂവി പോയി കാണണമെന്ന് ഞാൻ എന്തായാലും പറയുന്നു.
പിന്നെ പറയേണ്ടത് എന്നെക്കുറിച്ചാണ്. ഇത് അറിയാലോ, നിങ്ങൾ എന്റെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ റിവ്യൂ ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ കുറെ തെറ്റുകുറ്റങ്ങളും പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടും ഇതെല്ലാം ശോകമായിരിക്കുമെന്ന് എനിക്കറിയാം. ഈവൻ ദോ എനിക്ക് ഇടാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. സോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസിനെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട.